എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏബൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായ പുഷ്പ 2 എന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഫിലിമിൻ്റെ ഞാൻ കണ്ട എൻ്റെ അനുഭവം നിങ്ങളുമായി ഒന്ന് പങ്കുചേരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഇത്ര മനോഹരമായ ഒരു ചിത്രം എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ, അതിൻ്റെ ഡയറക്ടറോ അതിൻ്റെ പ്രധാന നടനോ അല്ലെങ്കിൽ അതിൻ്റെ സഹനടന്മാരെയോ കുറിച്ചല്ല പറയുന്നത്. അതിൽ വേല ചെയ്തിരിക്കുന്ന എത്രയോ നിസ്സാരരായ മനുഷ്യരുണ്ട്. ഒരു പക്ഷേ അവിടെ ചായ കൊണ്ടു കൊടുക്കാൻ വന്നവർ, അല്ലെങ്കിൽ തന്നെ ആ പടത്തിന് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തവർ, അവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വെറുതെ ഈ റൂമുകളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സിനിമയുടെ ഒരു ഭാഗം കണ്ടിട്ട് ഇത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ, അവർ ഏകദേശം ഒരു വർഷമായി ആ മനുഷ്യരെടുത്ത് അവരുടെ അധ്വാനത്തിൻ്റെ ആ വിലയെ നമ്മൾ കുറച്ച് കാണുന്നതല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ആ തരത്തിലുണ്ടാവരെ ഞങ്ങളിവിടെ സൗദി അറേബ്യയിൽ ഇരുന്നാണ് ഈ സിനിമ കണ്ടത്. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു മജ്മ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ AMC സിനിമാസിൽ പോയാണ് ഞങ്ങൾ ഏകദേശം 4-5 കൂട്ടുകാർ ഒന്നിച്ചു പോയി കണ്ടത്. വളരെയധികം, കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദത്തിനും ഒരു എൻ്റർടൈൻമെൻറ്റിനുമാണ്. മനുഷ്യൻ്റെ അവരുടെ ഈ മാനസികമായ പിരിമുറക്കമൊന്നായി ഇറക്കി വെക്കുവാനും വേണ്ടി ആണ് നമ്മളെപ്പോഴും വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നത്. അപ്പം സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദ പരിപാടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ആ തരത്തിലാണ് കാണേണ്ടത്. എന്ത് അധികാരമാണ് ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്? കാരണം നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ ഒരു സംവിധായകനും അല്ലെങ്കിൽ അതിനകത്തിൽ അഭിനയിച്ച സൂപ്പർ താരമോ അല്ലെങ്കിൽ അതിനകത്തിൽ അഭിനയിച്ച മറ്റേത് നടന്മാരോ നടിമാരോ ആയിക്കോട്ടെ, അവരൊക്കെയും മറ്റുള്ളവരെ ചിരിപ്പിക്കാനല്ലേ, മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടിയാണ് അവർ ആ സിനിമ ചെയ്യുന്നത്. ഒപ്പം തന്നെ അവർക്ക് പ്രതിഫലം കിട്ടുന്നത്, അത് നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ജോലി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടാറുണ്ട്. അത് നാട്ടിലായാലും വിദേശത്തായാലും ആരായാലും. എന്നാൽ ഇത് ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ഓരോ മനുഷ്യർ, നമ്മൾ എന്തുമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പടങ്ങളായിക്കോട്ടെ, പിന്നെ കോമഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലറുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പടങ്ങളായാലും അത് ഇറക്കുന്നവന് മാത്രമേ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതിൻ്റെ ആ പ്രയാസങ്ങളെക്കുറിച്ചും അറിയുന്നുള്ളൂ. വളരെ നാളത്തെ അവരുടെ സ്വപ്നങ്ങളായിരിക്കും ഒരു പക്ഷേ ആ ഫിലിമായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിനെ ഒരു നിമിഷത്തെ ഒരു പറച്ചിൽ കൊണ്ട് ഇല്ലാതാക്കുന്ന കുറേ ആളുകളുണ്ട്. വളരെ ഈ 2024 ഇറങ്ങിയ ഒരു 5-6 നിലവാരമുള്ള സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമയാണ് പുഷ്പ 2 എന്ന് പറയാൻ നമുക്ക് പറ്റും. നമ്മൾ സിനിമ എന്ന് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ റിയാലിറ്റി ഒരുപാടങ്ങ് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ പടങ്ങൾ അല്ലെങ്കിൽ സിനിമ കാണുന്നത്. നമ്മൾ നാടകമായിക്കോട്ടെ അല്ലെങ്കിൽ ഗാനമേളകളായിട്ട് പള്ളിപ്പറമ്പിലും പൂരപ്പറമ്പിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോയി നമ്മളിത് കാണുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, അല്ലേ? നമ്മുടെ കുറച്ച് ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ നമ്മൾ 8 മണിക്കൂർ പണിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ 12 മണിക്കൂർ പണിയെടുത്തതിന് ശേഷം നമ്മൾ നമുക്കൊരു വിനോദത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സിനിമ എന്ന പറയുന്ന അല്ലെങ്കിൽ കലകളെ നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മുടെ ഒരു സന്തോഷം അവിടെ നമുക്ക് കുറേ ആളുകളെ നമ്മൾ ഒന്നിച്ച് കാണുന്നു, അവരോടൊപ്പം സ്നേഹ സംഭാഷണങ്ങളിൽ പങ്കിടുന്നു. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനെ വെറും ഈ ഒന്നുമില്ലാതെ വെറുതെ റൂമുകളിൽ ഇരുന്നിട്ട് ടിവിയുടെയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെയോ വീഡിയോകൾ എടുത്തിട്ട് ഇങ്ങനെ ഇത് വളരെ മോശമാണ്, ഇതിനകത്തിൽ ഇവൻ എന്താണ് അഭിനയിച്ചിരിക്കുന്നത്, ഇവൻ എങ്ങനെ അഭിനയിക്കാൻ അറിയാമോ, ഇവൻ എന്താ പെണ്ണിൻ്റെ വേഷമാണോ, ഇവൻ എന്താണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വളരെ വ്യക്തിഗത രീതിയിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അങ്ങനെയുള്ളവരെ നമ്മൾ ശരിക്കും ഒറ്റപ്പെടുത്തണം. നമ്മൾ ഏത് സിനിമ ആയിക്കോട്ടെ, കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ, എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന സിനിമകളെ നമ്മൾ ഒരിക്കലും ഒരു സിനിമകളെ നമ്മൾ മോശമായി ചിത്രീകരിക്കരുത്. അത് ആ പ്രവണത, എനിക്ക് തോന്നുന്നു ഒരു 2000 കാലഘട്ടം വരെ ഇങ്ങനൊരു പ്രവണതയില്ലായിരുന്നു. റിവ്യൂ എന്ന് പറയുന്നത്, നമ്മൾ പുതിയ പടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അവധി, ഓണത്തിൻ്റെ അവധികൾ, ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെയാണ് കുട്ടികളായിട്ടുള്ള ആളുകൾ പോയി കൂടുതൽ സിനിമ കാണുന്നത്. അല്ലാത്തവർ ഇട ദിവസങ്ങളിൽ പോയി കാണുന്നു. അപ്പം അതൊരു വിനോദത്തിന് വേണ്ടിയാണ്. കാരണം ഒരു വർഷത്തെ അവരുടെ അല്ലെങ്കിൽ 6 മാസത്തെ ഇത് കഴിയുമ്പോൾ അച്ഛനും അമ്മയും പറയും, ഓണത്തിൻ്റെ അവധി വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അവധി വരുമ്പോൾ നിങ്ങൾക്ക് സിനിമ കാണിക്കാൻ നിങ്ങളെ കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ആനന്ദത്തിന് വേണ്ടിയാണ്. അല്ലാതെ അതിൽ പോയി അതുമായി നമ്മൾ അതിനെ ഒരുപാടങ്ങ് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഈ 2000-ന് ശേഷം, എനിക്ക് തോന്നുന്നു 2005 അല്ലെ 2010-ന് ശേഷമാണ് തോന്നുന്നു ഈ മാതിരിയുള്ള ഈ വൃത്തികെട്ട റിവ്യൂകൾ വന്നത്. കുറേ വൃത്തികെട്ടവന്മാരെന്ന് തന്നെ ഞാൻ പറയും. കാരണം അങ്ങനെയുള്ളവന്മാരാണ് ഇതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഏത് സിനിമയും അവരുടെ എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നമ്മളതിനെ ആ തരത്തിൽ കാണണം. ദയവായി നിങ്ങൾ എല്ലാവരും ഏത് തരത്തിലുള്ള സിനിമകളാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഏത് തരത്തിലുള്ള കലകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം നമ്മുടെയൊക്കെ സന്തോഷത്തിന്
സന്തോഷത്തിന് വേണ്ടിയാണ് ഇവർ ഇങ്ങനെയുള്ള സിനിമകളും അതേപോലെ തന്നെ നാടകങ്ങളായാലും ഏത് തരത്തിലുള്ള കലാരൂപങ്ങളായാലും ഇറക്കുന്നത് നമ്മുടെ സന്തോഷത്തിനോട് കൂടിയാണ്. മനസ്സിലായി? അവർക്ക് അതുവഴി വരുമാനം ഉണ്ട് എന്നെങ്കിൽ പോലും അവരോടൊപ്പം തന്നെ നമ്മളുടെ ഒരു വിനോദത്തിനൂടെയാണ് ഇവരിത് ഇറക്കുന്നത്. ആ തരത്തിൽ മാത്രമേ ഇതിനെ കാണാൻ പാടൂ. പുഷ്പ 2 ഏറ്റവും മികച്ച സിനിമയാണെന്ന് തന്നെ പറയാം. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ പോലും ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ 200 കോടിയിലധികം രൂപയാണ് ആ ഫിലിം നേടിക്കഴിഞ്ഞത്. അപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു കുറേ പേര് മാത്രമേ ഉള്ളൂ ഇതിനു വേണ്ടി ഇങ്ങനെ മോശമായ അനുഭവങ്ങൾ പറയുന്നു. 3.5 കോടിയുള്ള ജനങ്ങളുള്ള കേരളത്തിൽ നിന്നും ഒരു 3-4 പേർ കൂടി ഇങ്ങനെ വളരെ മോശമായ ഇതിനെ പറയുമ്പോൾ വളരെയധികം മാനസിക വിഷമം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങളേവരും പോയി ആ ഫിലിം കാണണം. നമ്മുടെ മാനസിക സന്തോഷത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മാനസിക സന്തോഷത്തിനും വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിൽ മാത്രമേ അതിനെ കാണാൻ പാടുള്ളൂ. അതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ കുറേ സമയം സന്തോഷത്തിനും നമ്മളുടെ ആനന്ദത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ചിന്തിക്കുക. നന്ദി, നമസ്കാരം.